പിന്നെ 11+4 അങ്ങനെയൊക്കെ എഴുതി നോക്കാം അല്ലേ. ഇതിൽ നമുക്ക് 10+5 എന്നുള്ളത് എടുക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ഇതിനെ ഒന്ന് വിപുലീകരിച്ച് പറഞ്ഞു തന്നെ. എങ്ങനെ പറയാം? 10 × 8 5 × 8 5 × 8 10 × 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 × 8 പറഞ്ഞാൽ 40. അപ്പോൾ 80 + 40 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 120. ഇനി നമുക്ക് എല്ലാ സംഖ്യകൾക്കും ഇങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നോക്കാം. മറ്റൊരു ഉദാഹരണം കൂടെ നോക്കിക്കാം. 3.5 × 4. ഈ 3.5 എന്ന് പറയുന്നത് ഏത് തരം ഭിന്നസംഖ്യയാണ്? നമ്മൾ നമ്മുടെ ഭിന്നസംഖ്യകൾ എന്നുള്ള പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ മിശ്ര ഭിന്നത്തെ എങ്ങനെ പിരിച്ചെഴുതാന്നുള്ളത്. എങ്ങനെ എഴുതുന്നത്? 3 + 1/2. 3 പ്ലസ് അതല്ലേ 3 + 1/2. വെരി ഗുഡ്. ഇനി ഇതേ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഒന്ന് വിപുലീകരിച്ച് പറഞ്ഞേ. 3 × 4 പ്ലസ് 1/2 × 4 3 × 4 പറഞ്ഞാല് 12 പ്ലസ് 1/2 നമുക്ക് കട്ട് ചെയ്യാം അല്ലേ. എത്ര കിട്ടുക? 2. അപ്പൊ എത്രയാണ് ഇതിന്റെ ആൻസർ കിട്ടിയത്? 14. അപ്പൊ നമ്മള് ഇങ്ങനെ രണ്ട് രീതിയിൽ കണക്കുകൾ ചെയ്തു നോക്കി അല്ലേ. ഇനി ഇക്കാര്യം നമുക്ക് എങ്ങനെ ഒരു പൊതു തത്വമായിട്ട് പറയാന്നുള്ളത് നോക്കാം. അതായത് ഏത് രണ്ട് സംഖ്യകളുടെയും തുകയെ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാലും എന്താ പറയുന്നത്? ഏത് രണ്ട് സംഖ്യകളുടെയും തുകയെ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാലും തുകയിലെ ഓരോ സംഖ്യയെയും വെവ്വേറെ ഗുണിച്ച് കൂട്ടിയാലും നമുക്ക് ഒരേ സംഖ്യ തന്നെ ലഭിക്കും. മനസ്സിലായോ എല്ലാവർക്കും? ഏത് രണ്ട് സംഖ്യകളുടെയും തുകയെ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാലും തുകയിലെ ഓരോ സംഖ്യയെയും വെവ്വേറെ ഗുണിച്ച് കൂട്ടിയാലും നമുക്ക് ഒരേ സംഖ്യ തന്നെ ലഭിക്കും. ഇനി ഇക്കാര്യം നമുക്ക് ബീജഗണിത രീതിയിൽ പറയണ്ടേ? അതൊന്ന് നോക്കി നോക്കാം. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ. ഇവിടെ 1 2 3 സംഖ്യകളുണ്ട് അല്ലേ. അപ്പോ x y z ഏത് മൂന്ന് സംഖ്യകളായാലും x + y × z എങ്ങനെ എഴുതാന്നുള്ളത് നോക്കാം. അപ്പോ x y z ഏത് മൂന്ന് സംഖ്യകളായാലും x + y × z = xz + yz എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? രണ്ട് സംഖ്യകളുടെ തുകയാണ് ഗുണിച്ചു നോക്കിയത്. ഇനി നമുക്ക് രണ്ട് സംഖ്യകളുടെ വ്യത്യാസത്തെ എങ്ങനെ നോക്കാന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിത് അവിടെ മറ്റൊരു ഉദാഹരണം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ 19നെയും എങ്ങനെയല്ല നമുക്ക് രണ്ട് സംഖ്യകളുടെ വ്യത്യാസമായിട്ട് എഴുതാൻ സാധിക്കും? 20 - 1 പിന്നെ 25 - 6 അങ്ങനെയൊക്കെ എഴുതാം. അപ്പൊ ഇതിൽ നമുക്ക് 20 - 1 എന്നുള്ളത് എടുക്കാം. ഇനി ഇതേപോലെ തന്നെ പിരിച്ച് പറഞ്ഞേ വിപുലീകരിച്ച് 20 × 25. പിന്നെ ഇവിടെ ചിഹ്നം മൈനസ് ആണ് അല്ലേ. -1 × 25. 20 × 25 പറഞ്ഞാല് 500. 1 × 25 ഇപ്പൊ എത്ര കിട്ടിയേ? 475.